ഉദ്യോഗാർത്ഥികൾക്കും ഗെയിനോളജി മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ൽ 10 എന്ന് പറയുന്ന നമ്മുടെ ആ മുൻകാല ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അതായത് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കും എന്ന അർത്ഥത്തിലല്ല. അതായത് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പാഠഭാഗങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് എന്ന രീതിയിൽ ചെയ്യുന്നതാണ്. ഇതിന്റെ ഉദ്ദേശം ഒന്നും ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഗെയിനോളജി മിഷനിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി കിട്ടിയ ക്ലാസ്സുകളുടെ പാഠഭാഗങ്ങൾ തന്നെയാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഇതിലൂടെ നൽകി വരുന്നത്. അപ്പോൾ ഇതിലെ ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ 10 ചോദ്യങ്ങൾ ഇതിലൂടെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതേ പാഠഭാഗം പോയി നിങ്ങൾക്ക് ഏതെങ്കിലും റാങ്ക് ഫയലോ പുസ്തകങ്ങളോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിൽ പോയി ജസ്റ്റ് ആ ഏരിയ ഒന്ന് വായിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കണ്ട് പരിചയപ്പെട്ടു എന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു കൺഫ്യൂഷനാണ്, ഏത് ടോപ്പിക്ക് പഠിക്കണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അധികം സമയമൊന്നുമില്ല, നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷയൊക്കെ ഇങ്ങനെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇനി 2 മാസം സമയമല്ലേ ഉള്ളൂ. അപ്പോൾ ഒട്ടും പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വേണമെങ്കിൽ ഒരു നല്ലൊരു മെത്തേഡാക്കി എടുക്കാം. കാരണം വേറെ ഒന്നുമല്ല, ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഇപ്പം അതിനകത്ത് പറയുമല്ലോ, ആ പറയുന്ന ടോപ്പിക്കിൽ ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ ആ 10 ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾ അപ്പം തന്നെ പഠിച്ചു കഴിയും. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവിടെ കിട്ടും. ഒരു പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് വരുന്ന പല കാര്യങ്ങളുമായിരിക്കും ഇനി ഭാവിയിൽ പല ക്വസ്റ്റ്യൻസ് ആയിട്ടും വരികയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഗുണമുണ്ട്. പിന്നെ ഗെയിനോളജിലുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഓൾറെഡി അവർ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് നൽകുന്നത്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു റിവിഷനായിട്ട് ഇത് എടുക്കാനും പറ്റും. ആ 2 കൂട്ടുകാർക്കും ഇത് ഉപകാരപ്പെടണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ 10ൽ 10 എന്ന് പറയുന്ന ഒരു പങ്ക്തിയിൽ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നൽകുന്നത്. ഒരുപാടൊന്നുമില്ല, 10 ക്വസ്റ്റ്യൻസും അവിടെ എടുക്കുക. അതായത് ആ ഒരു പാഠഭാഗം പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ നൽകി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്നതിൽ ഒരു പാഠഭാഗമാണ്. അതായത് ഭൂമിയും ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളും സംബന്ധിച്ച്, അതായത് ഭൂമിയുടെ പാളികൾ ഒക്കെ സംബന്ധിച്ച പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മുമ്പ് ചോദിച്ച 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, നമ്മുടെ ഗെയിനോളജിയുള്ള കോഴ്സ് നേരത്തെ പറഞ്ഞു, കോഴ്സിലുള്ളവർക്ക് ഓൾറെഡി പഠിച്ച ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തത് ഈ ക്വസ്റ്റ്യനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോടൊപ്പം ആ പോയിന്റും കൂടെ ഉൾക്കൊള്ളിക്കുക. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ ഈ പാഠഭാഗം നിങ്ങൾ ഏതെങ്കിലും ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ പാഠഭാഗം ഒന്ന് വായിച്ച് ഈ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം ഒന്ന് വായിച്ച് ആ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മേഖലകളാണ് ജിയോഗ്രഫി എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് മാർക്ക് കിട്ടാനും കുറച്ച് പ്രയാസമുള്ള മേഖലയാണ് ജിയോഗ്രഫി. ഓക്കെ, അത് അത്ര നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് പല കുട്ടികളും ഒഴിവാക്കി വിടുന്നതാണ്. അത് പക്ഷേ നമുക്ക് ബാക്കി എല്ലാ ഏരിയകളും ടഫായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ പാഠഭാഗം കൂടെ ഓൾറെഡി നഷ്ടം. അതുകൊണ്ട് ജിയോഗ്രഫിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തരും. ഒന്നുമില്ലെങ്കിൽ ആ ടോപ്പിക്കുകൾ മാത്രമെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഓപ്ഷൻസ്: സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, ഇംഗ്ലീഷ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ഭാഷയിൽ നിന്നാണ് ഭൂമിശാസ്ത്രം? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഉത്തരം ഗ്രീക്ക് ഭാഷ. അപ്പൊ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഭൂമിശാസ്ത്രം എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജിയോഡസി, കാർട്ടോഗ്രഫി, GIS, ഫോട്ടോഗ്രാമെട്രി. ഏതായിരിക്കും? ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ, ജിയോഡസി. ഇനി മൂന്നാമത്തെ ചോദ്യം, ജിയോഡസിയുടെ പിതാവ് ആരാണ്? ആരാണ് ജിയോഡസിയുടെ പിതാവ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. തേൽസ്, അനക്സിമാണ്ടർ, എറാത്തോസ്തെനീസ്, ഹെറോഡോട്ടസ്. ആരായിരിക്കും? എറാത്തോസ്തെനീസ് ആണ് ഫാദർ ഓഫ് ജിയോഡസി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ജിയോഡസി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ എന്തിനെ പറ്റി പറയുന്നു? ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുന്നത്? ജിയോഡസി എന്ന് പറയുന്നത്. അത് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഭൂമിയുടെ ആകൃതി, വലിപ്പം, ഭൗതിക സ്വഭാവം ഇതൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്തെന്ന് പറയുക? ജിയോഡസി എന്ന് പറയുക. അപ്പൊ ജിയോഡസിയുടെ പിതാവ് ആരാണ്? ഇറാത്തോസ്തെനീസ്.
ഓക്കെ, ഇനി നമ്മുടെ ഭൂമിയുടെ പാളികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഓപ്ഷൻസ്: അലുമിനിയം, മഗ്നീഷ്യം, സിലിക്ക, ഇരുമ്പ്, മഗ്നീഷ്യം, സിലിക്ക, അലുമിനിയം, സിലിക്ക. അല്ലെ, നമ്മളെല്ലാവരും പഠിച്ചൊരു മേഖല തന്നെയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി, അലുമിനിയം, സിലിക്ക. അലുമിനിയം, സിലിക്കയാണ് ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 5ാമത്തെ ചോദ്യം നോക്കാം. ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? നോക്കിയേ, പ്രസ്താവനകൾ ആദ്യം വായിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അങ്ങനെ 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രസ്താവനകൾ ശരിയായ ഏതെല്ലാം നമുക്ക് നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഇല്ലേ, ശരിയായ പ്രസ്താവനയാണ്. ഇനി സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. പിന്നെ നോക്കിയേ, ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ എയില് 3 മാത്രം, ഓപ്ഷൻ ബിയില് 1, 2 മാത്രം, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പൊ ഇതിൽ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി 1, 2. ഓക്കെ, അപ്പൊ 1ാമത്തെ 2ാമത്തെ പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്ന പദാർത്ഥമാണ്? ഓപ്ഷൻസ്: മാഗ്മ, സിമ, സിയാൽ, ലാവ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒഴുകിയെത്തുന്ന ശിലാദ്രവമാണ് അല്ലെങ്കിൽ പദാർത്ഥമാണ് ഏത്? ഓപ്ഷൻ ഡി, ലാവ. ഇനി അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവമണ്ഡലമാണ്? അതായത് അഗ്നിപർവ്വതത്തിലൂടെ ബഹിർഗമിക്കുന്ന ശിലാമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാവ. അപ്പൊ ലാവയുടെ പ്രഭവമണ്ഡലമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: കാമ്പ്, ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, അഗ്നിപർവ്വതജന്യശില. ഏതായിരിക്കും? നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അസ്തനോസ്ഫിയർ ആണ് ലാവയുടെ പ്രഭവമണ്ഡലം. അപ്പോ അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിന്റെ പ്രഭവമണ്ഡലമാണ് ഓപ്ഷൻ സി, അസ്തനോസ്ഫിയർ. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. ഭൂമിയുടെ ഉൾഭാഗമായ നിഫയിൽ ഏതൊക്കെ മൂലകങ്ങളാണ് പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്? ആ പേര് തന്നെയാണ് അല്ലെ, NiFe, നിഫെ. ഓപ്ഷൻസ്: നിയോണും ഫ്ലൂറിനും, നൈട്രജനും ഫോസ്ഫറസും, സിലിക്കണും ഓക്സിജനും, നിക്കലും ഇരുമ്പും. ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് നിഫെ അല്ലെ, NiFe. ഏതായിരിക്കും? നിക്കലും ഇരുമ്പും. അപ്പോൾ ഭൂമിയുടെ ഉൾഭാഗമായ നിഫയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഏതൊക്കെ? നിക്കലും ഇരുമ്പും. ഇനി അടുത്ത ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത്? ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത്? ഓപ്ഷൻസ്: മാന്റില്, പുറക്കാമ്പ്, ഭൂവൽക്കം, അകക്കാമ്പ്. അല്ലെ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ പാളികൾ അല്ലെ, ഭൂവൽക്കം, മാന്റില്, കാമ്പ്. അപ്പൊ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ മാന്റില്, പുറക്കാമ്പ്, ഭൂവൽക്കം, അകക്കാമ്പ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ ഡി, അകക്കാമ്പാണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം നോക്കാം. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത്? നമ്മൾ നേരത്തെ കണ്ടായിരുന്ന നിക്കൽ, ഇരുമ്പും ചേർന്നാണ് നിഫെ. അപ്പൊ നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഓപ്ഷൻസില് ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, മാന്റില്, അകക്കാമ്പ്. എവിടെ നിഫെ? കാമ്പിലല്ലേ. അപ്പോ അകക്കാമ്പാണ് നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് ജിയോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തിൽ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളും പാളികളും ചേർത്തുള്ളതിലെ 10 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കണ്ടത്. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ പാഠഭാഗം ഇന്ന് തന്നെ എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഈ ചോദ്യം കണ്ടിട്ട് നിങ്ങൾ അതിൽ ഇല്ലാത്ത പോയിന്റുകൾ ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങളുടെ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക. എപ്പോഴും പഠിക്കുമ്പോൾ എഴുതി തന്നെ പഠിക്കുക. കാരണം അച്ചടി ഭാഷയേക്കാൾ എപ്പോഴും നല്ലത് നമ്മുടെ കൈയെഴുത്ത് ഭാഷ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്നും വരും ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ പാഠഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടും നമ്മൾ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്കായി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമ്മളുടെ കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സ് പ്രത്യേകം പ്ലേലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ PQ കോർണർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് സബ്ജക്ട് ബേസിൽ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനൽ ഇൻക്ലൂഡ് ചെയ്യുക. എല്ലാം പ്ലേലിസ്റ്റ് രൂപത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ വളരെ എളുപ്പം.
എളുപ്പമാണ്. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്നത്. അപ്പൊ ആ പ്രിലിമിനറിക്ക് വേണ്ടി വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമാണ് ഇപ്പൊ ഇതിലൂടെ നൽകിയത്. അത് മാത്രമല്ല മെയ് മാസത്തിലാണ് സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയും അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ. അതിലും ജനറൽ നോളജ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങളിൽ നിന്ന് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന പ്രധാന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. അതുപോലെ നമ്മുടെ കോഴ്സിലുള്ളവർ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് ഇതിനകത്തുള്ള ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അതിൽ ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി ചേർക്കുക. കാരണം നമ്മുടെ കോഴ്സിലുള്ളവരെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നോട്ട് അപ്പോഴപ്പോഴും ലൈവായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യിച്ചാണ് പോകുന്നത്. ഓക്കെ, ഒരുപക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ ചിലപ്പോൾ അതിൽ വരാതിരിക്കാം. അതും കൂടെ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ മാർച്ച് മാസം 17-ാം തീയതി മുതലാണ് അത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസറാണ് ആദ്യം മെയ് മാസം നടക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ക്ലാസ്സാണ് ആദ്യം തുടങ്ങുക. ഏപ്രിൽ മാസത്തിലായിരിക്കും CPOയുടെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ CPO അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഫുൾ കോഴ്സിന് കിട്ടത്തില്ല. കാരണം നമ്മുടെ റെഗുലർ കോഴ്സുകളൊക്കെ അഡ്മിഷൻ എല്ലാം തീർന്ന് ക്ലാസ്സുകളും ഏകദേശം ഒരു 60% മുകളിൽ പോർഷൻ ഇപ്പൊ തന്നെ കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാ, ഇനിയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അവർക്ക് നമ്മൾ തുടങ്ങാനുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന് പുറത്തുള്ള ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾക്ക് പങ്കെടുക്കാം. എക്സൈസ് ഓഫീസറുടെ ആണെങ്കിൽ രാവിലെ 6 മുതൽ 7 മണി വരെയും, CPOയുടെ ക്ലാസ്സുകളാണെങ്കിൽ രാത്രി 10 മണി മുതൽ 11 മണി വരെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക. കാരണം നമ്മുടെ എല്ലാ കോഴ്സും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റാത്തവർക്ക് ഒരു അവസരം എന്ന രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ വളരെ ഉപയോഗപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്